മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 14-ാം വാക്യം. ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. അവകാശിയെ കൊന്ന് അവകാശം നേടുന്ന ഭൃത്യന്മാരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അവകാശങ്ങള്, സ്ഥാനമാനങ്ങള്, അംഗീകാരം നേടാനായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ടെന്ന് പറയും. ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ഭൂമിയിൽ എനിക്ക് സ്ഥാനമാനം വേണം, എനിക്ക് അംഗീകാരം വേണം, എനിക്ക് പണം വേണം, എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് നേടിയെടുക്കണം. ഈ ഒരു ആഗ്രഹത്തോടെ ഇത് നേടാനായിട്ട് എല്ലാവരെയും വേദനിപ്പിച്ച് അവന്റെ അവകാശങ്ങള് തട്ടിയെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അവകാശികളാണോ? നമ്മൾ ഒരിക്കലും ഒന്നിന്റെയും അവകാശികളല്ല കേട്ടോ. ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കുന്നതൊക്കെയും ആരുടെ ദാനമാണ്? എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ദൈവം ദാനമായിട്ട് എൻ്റെ കരങ്ങളിൽ നൽകുന്ന, അതെന്റെ മക്കളായിക്കൊള്ളട്ടെ, എൻ്റെ ജോലി ആയിക്കൊള്ളട്ടെ, എൻ്റെ സമ്പത്തായിക്കൊള്ളട്ടെ, എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, എൻ്റെ സ്ഥാനമാനങ്ങളായിക്കൊള്ളട്ടെ, ഇവയൊന്നും എൻ്റെ അവകാശമല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. നമ്മളൊക്കെ ആരാണ് ഈ ഭൂമിയിൽ? നമ്മളൊക്കെ വെറും ഭൃത്യന്മാരാ. എൻ്റെ ദൈവത്തിന്റെ ഭൃത്യന്മാരാണ് നമ്മളെല്ലാവരും. ഭൃത്യന്റെ ഉത്തരവാദിത്വം എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് അത് ഏറ്റവും പരിശുദ്ധിയില്, അതിന്റെ പൂർണ്ണതയില് വിനിയോഗിക്കുക എന്നുള്ളതാ. ദൈവം ചോദിക്കുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഇത് എൻ്റെ അവകാശമല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് നൽകിയതാ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനെ പരിചരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം മാത്രമാണ് നമുക്കുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ? പലപ്പോഴും പലതിൻ്റെയും അവകാശികളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അവകാശങ്ങൾ നേടാനായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് മടിയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ ഈ ഒരു വചനത്തിലൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നീ അവകാശിയല്ല, മറിച്ച് നീ വെറും ഭൃത്യനാ. സ്നേഹമുള്ളവർ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് പറഞ്ഞുറപ്പിക്കാം. നമ്മൾ വെറും ഭൃത്യന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്, അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട നല്ല ഭൃത്യന്മാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.